പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. മുൻപ് അവതരൻ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ, പക്ഷേ നമ്മൾ ഈ ഒരു കാലത്ത് നമ്മളിതിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നു എന്നുള്ള നമുക്കൊരു ചെറിയ നാണക്കേട് തോന്നേണ്ട ഒരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, 1960കളിൽ സുചേത കൃപലാനി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വന്ന കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന വനിതാ മുഖ്യമന്ത്രിമാരുടെ എണ്ണം 1. ഇന്ന് 2024 അത് 2. അതിഷിയും മമതാ ബാനർജിയും മാത്രമാണ്. അതിൽ അതിഷി നമുക്കറിയാമല്ലോ, ഒരു അരവിന്ദ് കെജ്രിവാൾ അഗ്നിശുദ്ധി വരുത്തി വന്നു കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ അധികാരവും നഷ്ടപ്പെടാം. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ ഒരു ചർച്ച നമ്മൾ നടത്തുന്നത്. എനിക്ക് തോന്നുന്നു 2 ഘട്ടങ്ങളിലായിട്ട് ഈ വിഷയത്തെ സമീപിക്കാം എന്നാണ് കരുതുന്നത്. ഒന്ന്, വനിതാ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച കുറച്ച് വിഷയങ്ങൾ സംസാരിച്ച ശേഷം നമുക്ക് ഈ കോർ ഇഷ്യൂവിലേക്ക്, അതുകൊണ്ട് കേരളത്തിൻ്റെ വനിതാ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാമെന്നാണ് കരുതുന്നത്. കാരണം ഈ 2 വിഷയങ്ങളെ തമ്മിൽ വേർതിരിക്കാനാവില്ല. പ്രധാനമായ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വനിതകൾ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നതിനെതിരെ ഉള്ള ഒരു മനസ്ഥിതി, അത് പല തലത്തിൽ നിലനിൽക്കുന്ന ഒരു മനസ്ഥിതിയുടെ ഭാഗമാണ് എന്ന് നമുക്കറിയാമല്ലോ. 2023 വനിതാ സംവരണ ബിൽ പാസ്സായിട്ടുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും ലോക്സഭയിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും 33% സംവരണം സ്ത്രീകൾക്ക് നൽകുന്ന ബിൽ ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോൾ പാസ്സായി. പക്ഷേ പാസ്സായി കഴിഞ്ഞു എന്നിരിക്കലും അത് പ്രായോഗികമാകാൻ ഇനിയും ഒരുപാട് കടമ്പകൾ നമ്മൾ കടക്കേണ്ടതുണ്ട്. സെൻസസ് നടന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസികളുടെ ഡീലിമിറ്റേഷൻ, അവയുടെ അതിര് വരയ്ക്കുന്ന പ്രക്രിയ പൂർത്തിയായിട്ടില്ല എന്ന കാരണങ്ങൾ കൊണ്ട് ഈ ബിൽ ഏത് കാലത്ത് പ്രാവർത്തികമാകും അല്ലെങ്കിൽ പ്രായോഗികമാകും എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു ഉറപ്പില്ല. നമ്മളത് ആലോചിക്കണം. ഒറ്റ രാത്രി കൊണ്ട് നോട്ട് നിരോധനം നടന്ന രാജ്യത്താണ് ഇത്രയും കാലം, രാജീവ് ഗാന്ധിയുടെ കാലം തൊട്ട് പെൻഡിംഗ് ആയൊരു ബിൽ നടപ്പിലാക്കുന്നതിൽ വീണ്ടും ഓരോ സാങ്കേതികമായിട്ടുള്ള തൊടുന്യായങ്ങൾ പറഞ്ഞ് അത് നീണ്ടു പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ബലതന്ത്രങ്ങളാണ് ഇത്തരത്തിൽ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷനെ ബാധിക്കുന്നത് എന്ന രീതിയിലുള്ളൊരു ചർച്ചയ്ക്ക് ശേഷം നമുക്ക് കേരളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് വരാം എന്ന് കരുതുന്നു. അതിനുശേഷം നമുക്ക് ഓഡിയൻസിനോടുള്ള ഒരു സംവാദം കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് മദൻ സാറിനോട് തന്നെ സംസാരിച്ച് തുടങ്ങാം. നമുക്കറിയാലോ, 50% സംവരണം ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ട്. ഈ സംവരണത്തിലൂടെ കടന്നു വന്ന മികച്ച വനിതാ നേതാക്കൾ കേരളത്തിലും ഇന്ത്യയിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഈ ശാക്തീകരണം എന്ന് പറയുന്നത് ഒരു ഘട്ടം എത്തുമ്പോഴേക്ക് അങ്ങ് നിശ്ചലമായി പോവാണ്. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റീസ് എത്രയുണ്ടെങ്കിലും ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഗ്ലാസ് സീലിംഗ്, നമ്മളെപ്പോഴും സ്ത്രീകളുടെ കാര്യത്തിൽ പറയുന്ന ഒരു സീലിങ്ങിൽ ഒരു തടസ്സത്തിൽ അവരിങ്ങനെ തട്ടി നിൽക്കുകയാണ്. അത് സ്ത്രീകളുടെ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രശ്നമല്ല, അവരുടെ ഭരണ നിർവഹണത്തിൻ്റെ പ്രശ്നമല്ല. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ പഞ്ചായത്ത് തലത്തിലും കോർപ്പറേഷൻ തലത്തിലുമൊക്കെ സ്ത്രീകൾ അധികാരസ്ഥാനത്തെത്തിയോടുകൂടി ഒരുപാട് ജീവൽ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ശുചിത്വം, അതുപോലെ തന്നെ സുരക്ഷ, അതുപോലെ സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീ ഭരണാധികാരികൾ ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്ത ഒരു ചരിത്രം, ഒരു വർത്തമാനകാലം നമുക്കുണ്ടെങ്കിൽ തന്നെ ഒരു പരിധി കഴിഞ്ഞ ഈ വളർച്ച, അത് എന്തുകൊണ്ടാണ് സ്ത്രീ രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിൽ സംഭവിക്കാതെ പോകുന്നത് എന്നാണ് നമുക്ക് ആദ്യം സംസാരിക്കാൻ വിഷയമെന്ന് തോന്നുന്നു. നമസ്കാരം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ സംവരണം പഞ്ചായത്ത് തലത്തിൽ ഏർപ്പെടുത്തിയത് 2005 നിതീഷ് കുമാർ ബീഹാറിലാണ്. അപ്പം അത് ഞാൻ വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ആദ്യത്തെ 5 വർഷം ഒരു പദം തന്നെ, ഒരു ഒഫീഷ്യൽ പോസ്റ്റ് തന്നെ ബീഹാറിലുണ്ടായി. അതായത് ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ മുഖ്യ എന്നാണ് അവിടെ വിളിക്കുക. ആ പോസ്റ്റ് റിസർവ്ഡ് ആയത് കാരണം അത് വനിതയ്ക്ക് പോയെങ്കിലും ഈ വനിത യാതൊരു ജോലിയും ചെയ്തിരുന്നില്ല. MP എന്നൊരു പദമുണ്ടായി, മുഖ്യാപതി. ഈ മുഖ്യയുടെ ഹസ്ബൻഡാണ്. വളരെ അടുത്ത കാലത്ത് ഈ ഒരു TV സീരിയൽ വന്നിട്ടുണ്ടായിരുന്നു, പഞ്ചായത്ത് എന്നുകൊണ്ട്. ഇതേ സ്റ്റോറി തന്നെയാണ് കാണിക്കുന്നത്. ഇത് പക്ഷെ ഞാനന്ന് മറ്റ് ബീഹാറിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരോട്, മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചു, ഇതൊരു പ്രഹസനമാകുകയല്ലേ, ഇത് വെറുതെ നമ്മൾ സംവരണം എന്നെല്ലാം പറഞ്ഞു. പക്ഷെ അതിനടുത്ത ഇപ്പം ഏതാണ്ട് നാലാമത്തെ
അഞ്ചാമത്തെ തലമുറയാണിപ്പോൾ വനിതാ മുഖ്യകളായിരിക്കുന്നത്. അവർ ശരിക്ക് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഒരു 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 കൃത്രിമമായിട്ട് നിയമനിർമ്മാണത്തിൽ കൂടി കൊണ്ടുവരാവുന്ന ഒരു പുരോഗമനാശയമല്ല. ഇതിന് സമൂഹം തന്നെ മുന്നോട്ട് വരണം. ഏറ്റവും പ്രധാനം എനിക്കാണ് രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ പദങ്ങളിലും ഏറ്റവും പ്രധാനം ഇത്തരത്തിലുള്ള ഒരു റിഫോം പാർട്ടികൾക്കകത്തില്ല. നമുക്കറിയാം, വളരെ അടുത്ത കാലത്താണ് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയിലൊരു വനിതാ അംഗമാവുന്നത്. CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ വളരെ അടുത്ത കാലത്താണ് ഒരു ദളിതും അംഗമാവുന്നത്. ഇത് പലയിടത്തും ആവർത്തിച്ചു. പിന്നെ നമ്മൾ വനിത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നിൽ കാണുന്ന ഇന്ദിരാഗാന്ധി തൊട്ട് എല്ലാവരും, ഇവരെല്ലാം ഒരു ഡൈനാസ്റ്റിക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. ഇപ്പം ലോകത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ശ്രീലങ്കയിലായിരുന്നു. അവർ അന്തരിച്ചു പോയ ഭർത്താവിൻ്റെ പോസ്റ്റിലേക്കാണ് വന്നത്. അപ്പം അവിടെ ജെൻഡറിനോടൊപ്പം തന്നെ പ്രിവിലേജിൻ്റെയും കൂടി ഒരു ബിന്ദുവുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് രാഷ്ട്രീയ പാർട്ടികളിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ, ലോകത്തിൽ 60% സ്ത്രീ പ്രതിനിധികളുള്ളത് സ്വീഡനിലാണ്. അപ്പോൾ സ്വീഡൻ്റെ സൊസൈറ്റി പരിപൂർണമായിട്ട് ഏതാണ്ട് ഈക്വാളിറ്റി, ഈ ലിംഗസമത്വം വളരെയധികം നേടിയൊരു സമൂഹമാണ്. നമ്മുടെ സമൂഹം ഒട്ടുമേയല്ല. അത് തന്നെയാണ് ഈ ഗ്ലാസ് സീലിങ്ങിലും മറ്റും. അമേരിക്കയിൽ വളരെ ശക്തമായ ഗ്ലാസ് സീലിംഗ് ഉണ്ട്. ഒരു സിഇഒയും അവിടെ വനിതയായിട്ട് കാണാൻ പറ്റില്ല, ഒരു 5% കൂടുതൽ. അപ്പം ഇത് സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചുകൊണ്ട് ഇനി അടുത്ത പാനലിസ്റ്റുകളിലേക്ക് പോകാം. മാളവിക, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ പഞ്ചായത്ത് തലത്തിലുള്ള പ്രാതിനിധ്യത്തെ കുറിച്ചിട്ട്. പക്ഷേ അതിൽ പോലും ഇപ്പം മദൻ സർ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഏജൻസി ഒരു വിഷയമാണ്. അതായത് ഒരു സ്ത്രീ ഒരു ശരിയായ തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മികവ് കാണിച്ചാൽ പോലും അത് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കാനുള്ളൊരു വിമുഖത അല്ലെങ്കിലോട്ട് വല്ലാണ്ടുണ്ട്. അപ്പോഴും നമ്മൾ ചിലപ്പോൾ പറയുന്നത് പോലെ അവളൊരു പാവയാണ്, അവളുടെ പിന്നിൽ വേറെ ആളുണ്ട് എന്ന രീതിയിലൊരു സംസാരം പലപ്പോഴും നടക്കാറുണ്ടല്ലോ. അപ്പം ബേസിക്കലി സ്ത്രീയുടെ ഏജൻസി ഇങ്ങനെ നിരന്തരം റദ്ദ് ചെയ്യപ്പെടുന്നത് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള മുന്നേറ്റത്തിൽ ഒരു വലിയ തടസ്സമായിട്ട് വരാറില്ലേ? ഡെഫിനറ്റ്ലി വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അതായത് പഞ്ചായത്ത് തലത്തിൽ സ്ത്രീകളെ നിർത്തുന്ന ഒരു കണ്ടെയ്ൻമെൻറ്റ് സ്ട്രാറ്റജിയായി, പർട്ടിക്കുലർലി കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഇത്രയും എഡ്യൂക്കേഷൻ ഉള്ള സ്ത്രീകളുള്ള സ്ഥലത്ത്, നേതൃപാടവമുള്ള സ്ത്രീകൾ, ഇപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻറ്റുകളെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തൊരു തവണ അവർ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കണം. മിക്ക സ്ഥലത്ത് രണ്ടാമത്തെ അവർക്കൊരു ചാൻസ് കൊടുക്കില്ല. എത്ര നല്ല പൊളിറ്റിക്കൽ ഗവേണൻസ് കാഴ്ചവെച്ചാലും ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നില്ല. ഇത് കൃത്യമായിട്ട് ആ കണ്ടെയ്ൻമെൻറ്റ് സ്ട്രാറ്റജി അറ്റ് വർക്കാണ്. നിങ്ങൾ കുടുംബശ്രീയുടെ കാര്യം എടുത്ത് നോക്കുക. എഗെയിൻ ഈ കണ്ടെയ്ൻമെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഒരു വര വരച്ചിട്ട് ആ വരയുടെ വെളിയിൽ പോകരുത് എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് ഇവിടെ ചോദിക്കുകയുണ്ടായി, കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വരുന്നത് ആർക്കൊക്കെ താല്പര്യമുണ്ട്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും താല്പര്യമാണെന്ന് തലകുലുക്കി പറയും. പക്ഷേ ഇവരോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന മുണ്ടും ഉടുപ്പും കഴുകിയത് ആരാന്ന് ചോദിച്ചാൽ പറയും എൻ്റെ വീട്ടിലെ സ്ത്രീകളാണിത് കഴുകിയതെന്ന്. അപ്പം ഡിവിഷൻ ഓഫ് ലെഷർ ടൈം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. വിർജിനിയ വുൾഫ് ഒരുപാട് നാൾ മുമ്പേ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വില്യം ഷേക്സ്പിയറിന് ജൂഡിത്ത് ഷേക്സ്പിയർ എന്ന് പറഞ്ഞ ഒരു അനിയത്തിയോ ചേച്ചിയോ ഉണ്ടായിരുന്നെങ്കിൽ അവരിതുപോലെ ഇതുപോലെ കഥകളും കവിതകളും പ്ലേസും എഴുതി മുന്നേറുമായിരുന്നു. എന്നിട്ട് അവർ തന്നെ ആൻസർ ചെയ്യുന്നുണ്ട് ഇല്ല. കാരണം വീട്ടിൽ മുഴുവൻ ജോലിയും ചെയ്തിട്ട് ഈ എത്ര കഥ എങ്ങനെ എഴുതും? അപ്പം ഡിവിഷൻ ഓഫ് വർക്ക് നമ്മുടെ വീട്ടിൽ അൺഈക്വലായിട്ട് നിൽക്കുന്നിടത്തോളം കാലം സ്ത്രീകൾക്ക് ഇനി അത് പൊളിറ്റിക്സിൽ നിന്നല്ല ബാക്കി എന്ത് കാര്യത്തിലും മുന്നേറാൻ അത് ഭയങ്കര വലിയ ബാരിയറായിട്ട് തന്നെ നിൽക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ പൊളിറ്റിക്സിൽ വരുന്ന സ്ത്രീകളെ ശ്രദ്ധിച്ചാൽ, ഞാനിപ്പം എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, എൻ്റെ PhD സ്റ്റുഡൻറ്റ്, അവൾ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ആണ് ചെയ്യുന്നത്.
അപ്പം അതിൽ നോക്കിയാൽ ഇങ്ങനെ ഞങ്ങൾ ഏകദേശം ഇപ്പം ഒരു 50ഓളം പഞ്ചായത്ത് മെമ്പേഴ്സിനെയും പഞ്ചായത്ത് പ്രസിഡൻറ്റുകളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവരെല്ലാം പറയുന്നത്, എൻ്റെ കുടുംബം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പുരുഷ പഞ്ചായത്ത് മെമ്പർ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എൻ്റെ കുടുംബം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിവിടെ വന്ന് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതെന്ന്. കാരണം ഇത് പറയേണ്ടി വരുന്നത് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഈ എനേബിളിങ് ഫാക്ടേഴ്സ്, അതായത് ഈ ഒരു സ്ത്രീക്ക് വെളിയിൽ പോകാനുള്ള എന്നാൽ ഈ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്തിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്, എന്നിട്ടും അവർക്കിത് പറയേണ്ടി വരുന്നതാണ്. കാരണം അങ്ങനെ ഒരു എനേബിളിങ് എൻവയോൺമെൻറ്റ് ഇല്ല. ഇതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് പ്രഭാകരൻ സാർ പറഞ്ഞത് പോലെ നമുക്ക് എന്തെങ്കിലും ഒരു ദളിത് അല്ലെങ്കിൽ ആദിവാസി അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉള്ള ഒരു ചീഫ് മിനിസ്റ്റർ വരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പം നമ്മൾ ദളിത് പ്രാതിനിധ്യം പറയുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും ശൈലജ പായക് എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് മെക്കാർദർ ജീനിയസ് ഗ്രാൻഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ജീനിയസ് ഗ്രാൻഡ് കിട്ടിയ ദളിത് പ്രൊഫസറായിട്ടുള്ള ശൈലജ പായക് വൾഗാരിറ്റി ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞ വർക്കിൽ അവർ പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ അത് സവർണ സ്ത്രീ പ്രാതിനിധ്യവും ദളിത് പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ അത് ദളിത് പുരുഷ പ്രാതിനിധ്യമായി പോകുന്നു. നേരത്തെ ഇവിടെ സാറ് സൂചിപ്പിച്ച പോലെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു ദളിത് മെമ്പർ വന്നു. ദളിത് മെമ്പർ എന്ന് പറയുമ്പോൾ ദളിത് പുരുഷ മെമ്പർ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ത്രീ മെമ്പർ എന്ന് പറയുമ്പോൾ സവർണ സ്ത്രീയാണ്. അപ്പോൾ പലപ്പോഴും ഈ ക്രാക്കിലൂടെ ഈ 2 വെൻ ഡയഗ്രം വരച്ചാലും ദളിത് സ്ത്രീകളില്ല. അപ്പോൾ ഒരു പൂർണ്ണ അദൃശ്യതയിലേക്കാണ് പലപ്പോഴും ദളിത് സ്ത്രീ എന്ന് പറഞ്ഞ ആ കാറ്റഗറി തന്നെ വീണു പോകുന്നത്. അതുപോലെ പഞ്ചായത്ത് തലത്തിൽ നമ്മൾ നോക്കിയാൽ ഈ സ്ത്രീ പ്രാതിനിധ്യത്തിനകത്ത് റിസർവേഷൻ അല്ലാത്ത എത്ര സ്ഥലത്ത് ദളിത് സ്ത്രീകളെ നിങ്ങൾ നിർത്തിയിട്ടുണ്ട്? ഓരോ പാർട്ടിയോടും ചോദിച്ചാൽ ഇവിടെ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞ സ്ത്രീകളുടെ ഒരു പ്രസ്ഥാനമുണ്ട്. 1,00,000 ഒപ്പുകളാണ്. 1,00,000 ഒപ്പുകളുടെ ഒരു സ്ക്രോള് എല്ലാ പാർട്ടികളെയും കാണിച്ചത് സമർപ്പിച്ചു. നമുക്ക് എത്ര പേർക്കറിയാം ഇങ്ങനൊരു കാര്യം? ഇതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. 1,00,000 ഒപ്പുകൾ സംഘടിപ്പിക്കാന്ന് വെച്ചാൽ സഫറജറ്റ് മൂവ്മെൻറ്റ് നടന്നിട്ടുള്ള അതേ കാര്യമാണ്. എന്നാൽ നമുക്ക് അറിയത്തില്ല. നമ്മൾ ദളിത് സ്ത്രീകളെക്കുറിച്ച് എത്ര പേർക്ക് നമുക്ക് നമ്മുടെ ഇൻ്റലക്ച്വൽസ് ആയിട്ട് ഇരിക്കുന്നവർക്ക് ശൈലജ പായക്കിനെ അറിയാം? എത്ര പേര് ഭാമയെ വായിക്കുന്നുണ്ട്? ഈ ഒരു ഇൻവിസിബിലിറ്റി ഇരിക്കുന്നോറും അപ്പോൾ ഒരു സ്ത്രീയുടെ പുറകിൽ ഒരു ശക്തി ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഈ ദളിത് സ്ത്രീ അദൃശ്യമാണ് അപ്പോഴും. അറ്റ്ലീസ്റ്റ് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലും പലപ്പോഴും വന്നിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ 3 സൈക്കിൾ ഓഫ് വർക്ക് ചെയ്യുന്നതാണ് ദളിത് സ്ത്രീ എന്ന് അക്കാഡമിക് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്വന്തം സോക്കോൾഡ് സവർണ മാസ്റ്ററുടെ വീട്ടിൽ ജോലി ചെയ്യണം, സ്വന്തം വീട്ടിൽ ജോലി ചെയ്യണം, വെളിയിൽ റെമ്യൂണറേറ്റീവ് വർക്കും ചെയ്യണം. അപ്പോൾ എത്ര വില്ലുണ്ടായിരിക്കും ഇവർക്ക്, എത്ര ലേബർ പവർ ഇവരുടെ ഉണ്ടായിരിക്കും. ഈ സോഴ്സ് ഒന്നും ടാപ്പ് ചെയ്യാതെ ഞങ്ങൾക്കിതൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്കൊരു സവർണ ഒലിഗാർക്കി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് താല്പര്യം എന്ന് പറയുന്ന ഒരു ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്യൂഡോ ആയിട്ടുള്ള ഒരു പ്രബുദ്ധത കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അടുത്ത റൗണ്ടിൽ ബാക്കി ചർച്ച ചെയ്യാമെന്ന്. ഞാൻ മാളവിക ഇപ്പോൾ പറഞ്ഞൊരു ഒരു കാര്യം കൂടി സംസാരിച്ചിട്ട് വെക്കാം. അതായത് അത് മാളവിക തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ സമയത്താണ് സ്ത്രീകൾ കൂടുതലായിട്ട് പൊതുമണ്ഡലത്തിലേക്ക് വന്നു തുടങ്ങിയത്. അങ്ങനെ വന്ന സമയത്ത് അന്നത്തെ ഒരു വലിയ കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെ സ്ത്രീകളുടെ ഒരു സേഫ്റ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വസ്ത്രം എന്തായിരിക്കണം എന്നുള്ളതാണെന്ന് പറയുന്നുണ്ട്. അതായത് സ്ത്രീകൾ എന്തുടുത്തുകൊണ്ട് പൊതുമണ്ഡലത്തിലേക്ക് വരും എന്നുള്ളതായിരുന്നു അന്നത്തെ വലിയ ആശങ്ക. ഈ സാരി എന്ന വേഷം സ്ത്രീകൾക്ക് പൊതുമണ്ഡലത്തിലൊരു സ്വീകാര്യത നേടിക്കൊടുത്തത്, അല്ലെങ്കിൽ ആ ഒരു വളരെ ന്യൂനപക്ഷത്തിൻ്റെ വേഷമായിരുന്ന സാരി സ്ത്രീകളുടെ അതായത് പൊതുമണ്ഡലത്തിൽ ഇറങ്ങുന്ന സ്ത്രീകളുടെ യൂണിഫോമായി മാറിയത് ആ ഒരു സമരത്തോടു കൂടിയായിരുന്നു എന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മുടെ പ്രതിഭ MLA ഒരു തവണ ലെഗിൻസ് ഇട്ട് വന്നതൊക്കെ വലിയ വാർത്തയായൊരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോഴും സ്ത്രീ നമ്മുടെ ഒരു MLAയുടെ സാരി, അവരെടുത്തിരിക്കുന്ന സാരി, വയനാട് MP യുടെ ലളിതമായ വേഷം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഈ സ്ത്രീകളുടെ ഒരു ദൃശ്യത, ഒരു അപ്പിയറൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവളെ കാണുന്ന ഒരു രീതിക്കും യാതൊരു തരത്തിലും മാറ്റം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ പക്ഷേ ഇതിനകത്ത് വന്നുപെടുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പുരുഷൻ്റെ ഒരു ഏരിയ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം അതിനകത്ത് പണം ഉണ്ട്, മസിൽ പവർ ഉണ്ട്. പിന്നെ നമ്മൾ പൊതുവെ സ്ത്രൈണതയ്ക്ക് അനുയോജ്യമെന്ന് കരുതാത്ത ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു മേഖലയായിട്ട് കണക്കാക്കുകയും
സ്ത്രീകളെ ആദ്യമേ തന്നെ അതിലേക്ക് വരുന്നത് അത്ര നല്ലതല്ല എന്ന് ധാരണയുണ്ടാക്കി വയ്ക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പറയുന്ന പ്രശ്നം നല്ല വനിതാ സ്ഥാനാർത്ഥികൾ കിട്ടുന്നില്ല എന്നൊരു കാരണമാണ് സ്ത്രീ സ്ഥാനാർത്ഥികൾ ഇല്ലാതെ ഒരു വിഷയമായിട്ട് പറയാറുള്ളത്. അപ്പോൾ സണ്ണി സാറിനോട് ഞാൻ ചോദിക്കുന്നൊരു വിഷയം, ഈ വനിതാ സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിപ്പം നമ്മൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ അവർക്ക് ആവശ്യമായ ഒരു രാഷ്ട്രീയമായ അറിവും പരിശീലനമൊക്കെ കൊടുത്ത് ഒരാളെ വാർത്തെടുക്കാവുന്നൊരു പ്രോസസ്സ് ഉണ്ടായി വരുന്നൊരു പ്രോസസ്സല്ല. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു സാഹചര്യം പല കുടുംബങ്ങളിൽ ഉണ്ടാവണമെന്നുമില്ല. അപ്പം അങ്ങനെ ഒരു അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ പൊതുമണ്ഡലത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ വനിതകളെ നിർമ്മിച്ചെടുക്കേണ്ടതില്ല എന്നൊരഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അവർ നിരന്തരം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും അഴിച്ചു പണിയുകയും ചെയ്യുന്ന ഏതൊരു ഹ്യൂമൻ ബീയിനെയും അഴിച്ചു പണിയപ്പെടുന്നു. സഹോദരനെപ്പനൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം കാസ്റ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിലെ സവർണരോടായൊരു അഭിപ്രായം പറയുന്നു. നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ കാല് വെച്ച് വീഴിക്കരുത് എന്നാണ് പറയുന്നത്. ഇതാണ് സ്ത്രീകളോട് നമ്മൾ പുലർത്തേണ്ട ഒരു മനോഭാവം. അത് തലയുയർത്തിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് ഇതിനകത്ത് തന്നെ. ലോകം അറിയപ്പെടുന്ന ആൾക്കാർ ഈ ഹോളിൽ ഇരിപ്പുണ്ട്. അവരെല്ലാം നമ്മൾ കാല് വെച്ച് വീഴിക്കും, എന്നിട്ട് പിന്നെ അവരെ നിർമ്മിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു അപകടം. പ്രശ്നം കുറച്ചുകൂടി ഗുരുതരമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി സാധ്യമാണ്. തൽക്കാലം സാധ്യമല്ല. സാധ്യമല്ലാത്തതിൻ്റെ കാരണം കേരളത്തിലെ പൊതുബോധം, ഏറെക്കുറെ സവർണമായിരിക്കുന്ന പൊതുബോധം സ്ത്രീകളുടെ അധികാരത്തെ അംഗീകരിക്കുന്നില്ല. അവർക്കത് താങ്ങാൻ പറ്റത്തില്ല. ഒന്ന്. രണ്ടാമതൊരു കാര്യം, ജെൻഡർ ക്വസ്റ്റ്യനെ മാത്രം വെച്ച് നമുക്ക് ഈ വിഷയത്തെ സോഷ്യോളജിക്കലി അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യക്കകത്ത് പാട്രിയാർക്കി അല്ല ഉള്ളത്, ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയാണുള്ളത്. കാസ്റ്റും പാട്രിയാർക്കി ഒരേ സമയമാണ് ഇടപെടുന്നത്. അതാണ് ഇപ്പം മാളവിക പറഞ്ഞ പോലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ സവർണ നമ്മുടെ തലക്കകത്ത് വന്നു കഴിഞ്ഞു. അപ്പം അതങ്ങനെ വരാൻ കാരണം ഇത് കാസ്റ്റ് പാട്രിയാർക്കി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട്. ആ കാസ്റ്റ് പാട്രിയാർക്കിക്കകത്ത് സ്ത്രീ പാരമ്പര്യത്തിൻ്റെയും കുടുംബമഹിമയുടെയും ജാതി മൂല്യങ്ങളുടെയും സംവാഹകയായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം പുരുഷൻ്റെ വിശ്വസ്ത വിനീതി ആയിരിക്കേണ്ടത് ഇവളുടെ സെൽഫിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ഇവൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഒന്ന് കുലമഹിമ. നമ്മുടെ കൊല സ്ത്രീകളുള്ളൂ കേരളത്തിൽ. അവർ കുലമഹിമയിലാണ് വിശ്വസിക്കുന്നത്, ജാതി മഹിമയിലാണ് വിശ്വസിക്കുന്നത്. അവരെന്തോ വലിയ ആൾക്കാരത് അവരെ കരുതുക. പുരുഷൻ പറയുന്ന പോലെ അവർ അശുദ്ധരാണെന്ന് അവർ വളരെ ആത്മാർത്ഥമായിട്ട് കരുതുന്നത്. അപ്പം അവർക്ക് ഈ പുരുഷൻ്റെ ഭാഗമായിരിക്കുക എന്ന രീതി കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു കാര്യമാണ്. മൂന്നാമത്തെ സംഗതി, ഇനി എന്തൊക്കെ തന്നെയുണ്ടെങ്കിലും സ്ത്രീകൾ, ഞാൻ വിചാരിക്കുന്നില്ല സ്ത്രീകളുടെ സ്ഥാനാർത്ഥികളെ അന്വേഷിച്ച് കേരളത്തിൽ നടക്കുന്നുള്ളത് ശുദ്ധ നുണ പറയുന്ന രാഷ്ട്രീയ നേതൃത്വം. ശുദ്ധ നുണ. 10,000-കണക്കിന് യോഗ്യതയുള്ള സ്ത്രീകൾ കേരളത്തിലുള്ളത് എനിക്കൊരു സംശയമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിലെ ചരിത്രത്തിൽ തലയെടുപ്പുള്ളൊരു സ്ത്രീ നേതാവ് ഇല്ലാത്തത് കൊണ്ടാണോ? ഇല്ലാത്തത് കൊണ്ടല്ല. അതിൻ്റെ സ്റ്റോറി നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നില്ല എന്നുള്ളതാണ് അവർ പരാജയപ്പെടുന്നത്. ഇതിനകത്ത് സി കെ ജാനും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു നേതാവ്, ലീഡർഷിപ്പ്, ഇതിൻ്റെ ബേസിക് ക്വാളിറ്റി അത് ബഹുജനങ്ങളെ ആകർഷിക്കാൻ, ഇൻസ്പയർ ചെയ്യാനുള്ള ശേഷിയാണ്. അത് തെളിയിച്ച ഒരാളാണ് ഈ ഹാളിലിരിക്കുന്നത്. അവരെന്തുകൊണ്ടാണ് കേരളത്തിലെ ഫിഗർ അല്ലാത്തത്? വൈ? അവിടെയാണ് ഈ ട്രൈബൽ കാസ്റ്റ് സ്റ്റാറ്റസ് പ്രവർത്തിക്കുന്ന അവിടെ. കേരളത്തിൽ സ്ത്രീകൾക്കിടയിൽ നിന്നും ലീഡേഴ്സ് ഉയർന്നു വരാത്തതല്ല പ്രശ്നം. സ്ത്രീകളെ സംബന്ധിച്ച് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് സബോർഡിനേറ്റ് സെൽഫായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത്. ഇവരെത്ര പ്രഗത്ഭരായാലും പൊതുസമൂഹം കാണുന്നില്ല. അപ്പോൾ സ്ത്രീകളുടെ ഒരു അധികാര സംഗതി വേണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടി ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് സോഷ്യൽ റിയാലിറ്റി. അവരല്ല സമൂഹത്തെ പരിഷ്കരിക്കുക. നമ്മുടെ ഒരു ഭയങ്കരമായ തെറ്റിദ്ധാരണയാണ്.
ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി സമൂഹത്തെ പരിഷ്കരിച്ചിട്ടില്ല. സാമൂഹിക പ്രസ്ഥാനങ്ങളാണ് സോഷ്യൽ മൂവ്മെൻറ്റ്സ്, കൾച്ചറൽ മൂവ്മെൻറ്റ്സ്, ലിറ്റററി മൂവ്മെൻറ്റ്സ്. അതാണ് മനുഷ്യനെ പ്യൂരിഫൈ ചെയ്തെടുത്തത് പലതരത്തിൽ. പൊളിറ്റിക്കൽ പാർട്ടി ഇതിൻ്റെ ഗുണഭോക്താക്കൾ മാത്രമാണ്, അത് തിന്നു മുടിക്കുന്നവരാണ്. കേരളത്തിൽ സ്ത്രീകളുടെ അധികാരത്തെ തടഞ്ഞു നിർത്തുന്നതിൽ രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ പങ്കുണ്ട്. അതിൻ്റെ ഒരു 5ാമത്തെ പോയിൻ്റാണ് സ്ത്രീ ശാക്തീകരണമാണ്. സ്ത്രീ തുല്യത അല്ല പറയുന്നത്, ശാക്തീകരണം എന്നുള്ള വാക്കാണ്. എന്താണ് ഈ എംപവർമെൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഇവർ എംപവർ ചെയ്തിട്ട് ആ പവർ കൊണ്ട് എന്താ ചെയ്യുന്നത്? ഈ പുരുഷാധിപത്യ സമൂഹത്തെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ജിമ്മിൽ വിടും എനിക്ക് വേണ്ടി അടിയുണ്ടാക്കാനാണ്, നിങ്ങൾക്ക് സംസാരിക്കാറില്ല. ഇവിടെയാണ് ഇതിൻ്റെ ട്രാപ്പ് കിടക്കുന്നത്. ഇത് മനസ്സിലാവുന്നില്ല നമുക്ക്. വെയിറ്റിംഗ് ഫോർ ഗോദോയിൽ ഒരു അടിമയെ കൊണ്ടുവരുന്നുണ്ട് ചങ്ങലക്കിട്ട്. ആ നിങ്ങൾ ഈ അടിമയെ കൊണ്ടുവരുന്നത് തീരെ ശരിയല്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഉടമസ്ഥൻ പറയുന്നൊരു കാര്യം, നീ എന്നെ ഈ പറയുന്നത് ആ അടിമ വെച്ചിരിക്കുന്ന തൊപ്പിയുണ്ടല്ലോ അത് ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞു. ഈ അടിമ എന്ന് പറഞ്ഞാൽ എനിക്ക് അവൻ തിന്നുന്ന ആ ഭക്ഷണം കണ്ടോ, ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി അവൻ കഴിക്കുന്നവരാണ്. ഞാൻ പിന്നെ അവന് ഭക്ഷണം കൊടുക്കുന്നു, അവന് വസ്ത്രം കൊടുക്കുന്നു, അവനെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നു, അവനെ റിക്രിയേറ്റ് ചെയ്തെടുക്കുന്നു, അവരെ എംപവർ ചെയ്യുന്നു, പിന്നെ ഞാൻ അവരെ അടിച്ചമർത്തി എന്ന് പറയുന്നുള്ള ഈ കള്ളത്തരമാണ് മലയാളി സമൂഹത്തിനകത്ത് സ്ത്രീകളുടെ സബോർഡിനേഷൻ്റെ യഥാർത്ഥമുള്ളൊരു കാര്യം. അതുകൊണ്ട് ഇമാജിൻ ചെയ്യാൻ ഒരു സെൽഫ് ഇമാജിനേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം സ്ത്രീകൾ കേരളത്തിൽ. അതാണ് അതിൻ്റെ ബേസിക് ബ്രേക്ക് ഉണ്ടാക്കണമെങ്കിൽ. സ്ത്രീ മുഖ്യമന്ത്രിയാകുന്നതിന് കുഴപ്പമില്ല, എനിക്ക് സമ്മതമാണ്. ഇവനാരാ സമ്മതിക്കാൻ? വേറെയുള്ള പണി പോയി നോക്കട്ടെ എന്നല്ലേ നമ്മൾ പറയേണ്ടത്. അവനാര്? കുസുമൻ ടീച്ചർ ഇതിനകത്തുണ്ടെന്ന് അവരുടെ നേതൃത്വം 1,00,000 പേരുടെ ഒപ്പ് മേടിച്ച് LDFനും UDFനും NDAയ്ക്കും എല്ലാം അവർ കത്ത് കൊടുത്തു, സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന്. അത് അവർ കണ്ടതായിട്ട് നടിച്ചില്ല. എല്ലാം വലിയ പുരോഗമനകാരികളാണ്, വിപ്ലവകാരികളാണ്. ഇപ്പോൾ വിപ്ലവം നടത്തുന്നതൊക്കെയാണ് പിള്ളേർ പറയുന്നത്. ഈ പാർട്ടി ഇപ്പോൾ വിപ്ലവം നടത്തുന്നതാണ്. അവർ നടത്താതിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നടത്തിയാൽ വലിയ കുഴപ്പമാണ്. 1987 KR ഗൗരിയമ്മ അരൂരിൽ നിന്ന് മത്സരിക്കുന്ന സമയത്ത് ഗൗരിയമ്മയുടെ തെരഞ്ഞെടുപ്പ് ജാഥയിൽ വന്ന് അന്ന് CPM നേതാവായിട്ടുള്ള PK വാസുദേവനും അതുപോലെ തന്നെ VS അച്യുതാനന്ദനും ഒരു പ്രതീക്ഷ കേരളത്തിന് കൊടുത്തിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഗൗരിയമ്മ ജയിക്കുകയാണെങ്കിൽ കേരളത്തിന് ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും എന്നൊരു വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ നമുക്കറിയാം പിന്നീട് സംഭവിച്ചു. പിന്നീട് ആരാണ് മുഖ്യമന്ത്രി ആയത്? അവർക്ക് ആ വനിതാ മുഖ്യമന്ത്രി എന്ന സാധ്യത പിന്നീട് എങ്ങനെ മങ്ങി. പിന്നീട് ഗൗരിയമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? ഗൗരിയമ്മയെ തരം താഴ്ത്തിയതും അവർ പുറത്തു പോയതും അവർ UDFിലേക്ക് പിന്നീട് ചേക്കേറേണ്ടി വന്നതും JSS രൂപീകരിച്ചതും ഒക്കെ പിന്നീട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പര്യായമായൊരു പേര് പറയാൻ പറ്റുമെങ്കിൽ അത് ഗൗരിയമ്മയുടെ പേരായിരുന്നു. പക്ഷേ അവർക്ക് ആ പാർട്ടിയിൽ നിന്ന് നീതി ലഭിച്ചില്ല. അവർക്ക് കേരള സമൂഹത്തിൻ്റെ ഒരു നേതൃത്വം ഏറ്റെടുക്കാനുള്ള കഴിവും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് തന്നെ അവസരം ലഭിച്ചില്ല. അവസാനം അവർക്ക് അവരുടെ കീഴാള ജാതിയുടെ പേരിലാണ് അവരെ അവഗണിച്ചതെന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക്, അത് ഗതികേടെന്ന് ഞാൻ പറഞ്ഞത് അത്രത്തോളം അനീതി അവരോട് അവർ സമൂഹം കാണിച്ചു, പാർട്ടി കാണിച്ചു. അവരുടെ ഒരു ജാതി സ്വത്വത്തിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടിയിൽ നിന്ന് അനീതി നേരിടേണ്ടി വന്നു എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് സമൂഹം അവർ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അവസ്ഥ. പിന്നീട് നമ്മൾ സുശീല ഗോപാലിൻ്റെ പേര് കേട്ടു. പക്ഷേ അവിടെയും ഒന്നും സംഭവിച്ചില്ല, അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പോഴും വേറൊരാൾ, ഒരു പുരുഷൻ തന്നെ, ഒരു ഉയർന്ന ജാതിയിലുള്ള പുരുഷൻ തന്നെ CPMൻ്റെ മുഖ്യമന്ത്രിയായി വന്നു. പിന്നീട് നമ്മളെ വാക്ക് കേട്ടത് ഈ തൊട്ട് മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. നമുക്കറിയാം ശൈലജ ടീച്ചറെ കേരളം 60,000-ൽ കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചത് അവരൊരു MLA ആക്കി ഇരുത്താനായിരുന്നില്ല എന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഏത് ഇടതുപക്ഷ നേതാവിനേക്കാളും കൂടുതൽ മജോറിറ്റിയോടെ ജയിച്ചത് അവർ ഗവേണൻസിൻ്റെ ഭാഗമാകണം എന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ആഗ്രഹിച്ചുകൊണ്ടാണ്. അല്ലാതെ ഒരു MLA ഒരു മൂലയ്ക്ക് പോയി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ നമ്മളെപ്പോഴും പറയില്ലേ ജനഹിതം ജനവിധി എന്നൊക്കെ നമ്മൾ പറയുന്നത്, ജനഹിതം 100% ശൈലജ ടീച്ചർക്ക് അനുകൂലമായിരുന്നെങ്കിലും ഒരു മന്ത്രിസ്ഥാനത്ത് പോലും എത്താതെ ആ കഴിവുള്ള ഒരു സ്ത്രീ എന്ത് ചെയ്യപ്പെട്ടു? ഒതുക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് അവർ ജയിച്ചു പോയിരുന്നെങ്കിൽ അവരൊരു പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ അപ്രത്യക്ഷമായി പോയേനെ. തോറ്റതുകൊണ്ട് ഒരുപക്ഷെ ഇനി എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാവും, നമുക്ക് വെറുതെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഞാനതൊരു ശൈലജ ടീച്ചറുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇടതുപക്ഷത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. കാരണം മറ്റു പാർട്ടികൾ അങ്ങനെ ഒരു പേര് പോലും ഉയർത്തിക്കാട്ടാൻ പറ്റാത്തത്ര ഗതികെട്ടൊരു അവസ്ഥയായിരുന്നു, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അന്ന് എനിക്ക്
NS മദൻ സാറിട്ട് ഒരു ട്വീറ്റ് ഓർമ്മയുണ്ട്. ആദ്യം എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്ങനെ മന്ത്രിസഭയിൽ എടുക്കില്ല എന്നൊരു വന്നപ്പോൾ അത് മീഡിയയുടെ ഒരു തെറ്റിദ്ധാരണയാണെന്ന് സാർ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇറ്റ് വിൽ ബി ഹ്യൂജ് പെർസെപ്ഷണൽ പ്രോബ്ലം എന്നാണ്. അതായത് ആ ഒരു വ്യക്തി, ഒരു വനിത, ഒരു കഴിവുള്ള ഒരാളെ ഒഴിവാക്കുക എന്ന് പറയണത് ഒരു കാഴ്ചപ്പാടിൻ്റെ, അതായത് കേരളം മുന്നോട്ട് വെക്കുന്ന ഒരു വികസന കാഴ്ചപ്പാടിൻ്റെ, ഒരു പുരോഗതിയുടെ, ഒരു ഉൽപ്പതിഷ്ണുത്വത്തിൻ്റെ എല്ലാം ഒരു പിന്നോട്ടടിയായിരിക്കും എന്ന രീതിയിലാണ് അദ്ദേഹം അതെടുത്തത്. മുഖ്യധാര ഇടതുപക്ഷം ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന് ഇതിൽ പരം വലിയൊരു ഉദാഹരണം ഇല്ല എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനകത്താണ് ഈ നമ്മൾ പറയുന്ന പോലെ ജാതിയുടെ, അതുപോലെ തന്നെ ഒരുപാട് കീഴുള്ള അവസ്ഥകളുടെ ഒരു വിഷയം വരുന്നത്. അപ്പോൾ ആ ഒരു പിന്മാറ്റത്തെ നമ്മളിനി കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും ഇനി മുന്നോട്ട് ഈ സ്ത്രീകളുടെ കാര്യത്തിൽ, സ്ത്രീ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കാണുന്നൊരു ഭാവി എന്നൊരു സംഗതി മദൻ സാറിനോട്? ഇത് കേരളത്തിൽ എപ്പോഴെങ്കിലും ഒരു സ്ത്രീ ഭരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് നോക്കി. കഴിഞ്ഞ 100 വർഷത്തിൽ. ഇപ്പം 1924, അതായത് 100 വർഷം മുമ്പ് തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിബായി ആദ്യമായിട്ട് റീജൻ്റായി. അവർ 7 വർഷം സീനിയർ റാണി എന്നുള്ള പേരാണ്, രാജാവിൻ്റെ പവർ ഉപയോഗിച്ച് ഭരിച്ചു. അപ്പോൾ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അറിയാം. ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി ഇവിടെ വിവരിക്കപ്പെട്ടു. ഈ ജെൻഡറിൻ്റെ പേര്, ഈ സ്ത്രീ എന്ന ജെൻഡറിൻ്റെ പേരിൽ ഇവർക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പുരുഷന്മാർക്ക് കൊണ്ടുവരാൻ പറ്റാത്ത മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇവർ ചെയ്തത് ദേവദാസി സിസ്റ്റം. ദേവദാസി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചില പെൺകുട്ടികളെ തിരുവിതാംകൂറിലെ ചെങ്കോട്ടയിലെയും അമ്പലങ്ങളിൽ താലി കെട്ടി അങ്ങോട്ട് നൽകും. പിന്നെ അവരുടെ ചുമതല ദേവൻ്റെ ഈ പ്രതിഷ്ഠയുടെ മുമ്പിൽ ഡാൻസ് കളിക്കുക തുടങ്ങി ആയിരുന്നെങ്കിലും വാസ്തവത്തിൽ നടന്നിരുന്നത് ഒരു തരത്തിലുള്ള വ്യഭിചാരമായിരുന്നു. ദേവദാസി സിസ്റ്റം അബോളിഷ് ചെയ്യുന്നതിന് ഏതാണ്ട് വളരെയധികം ബ്രിട്ടീഷുകാരുടെ ഇതുണ്ടായിട്ടും ഇവിടുത്തെ പുരുഷ മേധാവിത്വ സമൂഹം ഇന്നത്തെ പോലെ തന്നെ അന്ന് നിലനിന്നിരുന്ന സമൂഹം അത് അനുവദിച്ചിരുന്നില്ല. ഇവർ സ്ത്രീ ആയതുകൊണ്ട് ഇവർ അത് മാറ്റി. രണ്ടാമതായിട്ട് ഇവർ ചെയ്തത് അത് വലിയ വിപ്ലവമാണ്. നായർ റെഗുലേഷൻ ബില്ല് 1925. ഇതോടുകൂടി കേരളത്തിൽ മരുമക്കത്തായം അവസാനിച്ചു. ഒരു ന്യൂക്ലിയർ ഒരു കുടുംബം കേരളത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. അതിനു മുമ്പ് നായർ കുടുംബങ്ങളിൽ സ്ത്രീകൾ ഈ സംബന്ധം എന്ന് പറഞ്ഞ ഒരു ലിയസോൺ പദ്ധതിയിലൂടെ കുടുംബത്തിൻ്റെ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്ന പുരുഷന്മാരുടെ ഉപഭോഗ വ്യക്തികൾ. ഇത് രണ്ടും ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് ഇവർ സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പം അതിൽ ഇന്ന് ഞാനിത് ആവർത്തിച്ച് പറയുന്നത്, ഇന്ന് ഇതുപോലെയുള്ള എല്ലാവിധ സാമൂഹ അസമത്വവും അതിനെ 10 ഇരട്ടി കൂടുതലായി ജാതി വ്യവസ്ഥയൊക്കെ വളരെയധികം വർദ്ധിച്ചിരുന്നു. ഇപ്പം ഇതിനു മുമ്പ് ഒരു റീജൻ്റായിരുന്നു 1810 ഗൗരി പാർവതിബായി. അവരാണ് മറക്കാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നത്. പക്ഷേ ഈ ജെൻഡർ എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഇവർക്ക് മാറ്റം കൊണ്ടുവരാൻ വിചാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് വനിതാ മുഖ്യമന്ത്രിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സ്പഷ്ടമായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ്. വാട്ട് എവർ മേ ബി ദ റിയാലിറ്റീസ്. രണ്ടാമത്തെ പ്രശ്നം ഇതാണ്. രണ്ടാമത്തെ ചോദ്യം, എവിടെയാണ് സ്ത്രീക്ക് സമത്വം? ഇന്ന് സമൂഹത്തിൽ എവിടെയാണ് സ്ത്രീക്ക് സമത്വം? എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്തേ ഉള്ളൂ, സമൂഹ മാധ്യമങ്ങളിൽ. സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകൾ ഇടപെടുമ്പോൾ അവർക്കെതിരായിട്ടുള്ള
രൂക്ഷമായ വിമർശനം, എന്തെങ്കിലും അഭിപ്രായ പ്രകടനത്തിന്, ഇത് തകരുന്ന ആണത്വത്തിൻ്റെ അവസാനത്തെ ശ്വാസമാണ് ഇപ്പം നടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ടെക്നോളജി, ആക്സസിബിലിറ്റി, ആൾക്കാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ആക്സസാണ്, സമൂഹ മാധ്യമങ്ങൾ തുറന്നിടുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, ഇത് ഒരു ചെറിയ വിപ്ലവം ഉണ്ടാക്കുന്നു. ഇന്നും പുരുഷാധിപത്യത്തിൻ്റെ അവശിഷ്ടങ്ങളായി തുടങ്ങുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര കാലം ഇങ്ങനെ തുടരാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ടെക്നോളജി ഈസ് നോട്ട് വെയിറ്റിംഗ് ഫോർ സംബഡി. നിങ്ങൾ ഒരു 50 വർഷം 80 വർഷം മുമ്പുള്ള യൂറോപ്പിനെ നോക്കൂ. ഇന്ത്യ സ്വതന്ത്രമായ അന്ന് മുതൽക്ക് സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ട്. പക്ഷേ സ്വിറ്റ്സർലൻഡിൽ അത് കിട്ടിയത് 70-ലാണ്. അതിനുശേഷം അവർക്ക് സമൂഹത്തിൽ തുല്യത നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം അപ്പുറമായിട്ട്, ഇതെല്ലാം കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഈ പദവികൾക്കെല്ലാം അപ്പുറമായിട്ട് സാമ്പത്തിക സമൂഹ ശക്തികളും ടെക്നോളജിയും അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന പൗരബോധവും പ്രവർത്തിക്കും. അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സ്ത്രീ മുഖ്യമന്ത്രി ആയേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വലിയ ശുഭപ്രതീക്ഷയായിട്ട് നമുക്ക് എടുക്കാം. സണ്ണി സർ, അതായത് നമ്മളിപ്പോൾ നമ്മുടെ റെപ്രസെൻറ്റേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതായത് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു റിസർവേഷൻ്റെ പേരിലുള്ള ഒരു സംഗതി മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. പ്രാതിനിധ്യം എന്ന് പറയുന്ന ഒരു ജനാധിപത്യപരമായ ഒരു രീതിയിൽ ഒരിക്കലും പൂർണ്ണമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല എന്ന് നമുക്കറിയാം. നമുക്ക് എവിടെയാണ് ഒരു കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതിനകത്ത് ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് എന്തിന് പ്രവർത്തിക്കാൻ പറ്റും? എങ്ങനെയാണ് അതിൻ്റെ ഒന്ന് നമുക്ക് ഓവർകം ചെയ്തു വരാൻ പറ്റുക? ഇന്ത്യയിലെ ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്തുകൊണ്ട് ദുർബലമായിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഡോക്ടർ BR അംബേദ്കർ ഒരു ഉത്തരം പറയുന്നുണ്ട്. വൈ? ബിക്കോസ് അവർ സൊസൈറ്റി ഈസ് നോട്ട് എ ഡെമോക്രാറ്റ്. നമ്മുടെ സമൂഹം ജനാധിപത്യപരമല്ലാത്തത് കൊണ്ട് നമ്മുടെ രാഷ്ട്രം ജനാധിപത്യത്തിൽ ദുർബലമാണ്. നമ്മുടെ സമൂഹം മാഷയുടെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ആദ്യം സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹം ഒട്ടുമേ ജെൻഡർ ഇക്വാളിറ്റിയിൽ ലിറ്ററേറ്റ് അല്ല. അത്തരൊരു സമൂഹത്തിൽ സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതൊരു സ്വാഭാവിക കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇലിറ്ററേറ്റ് ആയിരിക്കാനും ഒരു കാരണമുണ്ട്. നമ്മൾ ഇലിറ്ററേറ്റ് ആയിരിക്കാൻ കാരണം നമ്മൾ ഒരു സമഭാവനയോടെ മനുഷ്യരെ കാണാൻ പഠിക്കുന്നൊരു സമൂഹമല്ല. സമഭാവനയോടെ മനുഷ്യരെ കാണാൻ പഠിപ്പിക്കുന്നൊരു സമൂഹമല്ല നമ്മുടേത്. മറിച്ച് സമഭാവനയോടെ കാണരുത് എന്ന് പഠിപ്പിക്കുന്നവരാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അതാണ് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി എന്ന് പറയുന്ന സംഭവം. സ്ത്രീ അത് എൻ്റെ സ്വകാര്യ സ്വത്താണെന്നുള്ള ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്നോട് നിങ്ങളൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല. ഇപ്പോൾ കേരളത്തിലെ വലിയ പ്രോമൻ്റായ മനുഷ്യർ പറയും, ഞാൻ സോഷ്യലിസ്റ്റൊക്കെയാണ്, പക്ഷേ എൻ്റെ ഭാര്യ കൺസർവേറ്റീവാന്ന് പറയുന്ന പോലെ ഒരുതരം വഷളത്തരമാണ് മനുഷ്യൻ്റെ കയ്യിലിരിപ്പ്. നിങ്ങളിവിടെ ആണുങ്ങൾ ഒത്തിരി പേര് ഒളിവിൽ പോയത് വായിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ ഒളിവിൽ താമസിച്ച ഏതെങ്കിലും കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അപ്പോൾ പൊളിറ്റിക്സിൻ്റെ ജെൻഡർ എന്താ? പുരുഷനാണ്. അതിനകത്ത് സ്ത്രീക്ക് കയറാൻ പറ്റില്ലെന്നേ. അത് പൊളിച്ചെടുക്കണം. അത് പൊളിക്കാതെ ഈ MD എഴുതുന്നത് പോലെ ദളിതരും കൂടി നോവൽ എഴുതിയാൽ നോവലിസ്റ്റ് ആകാമെന്നൊക്കെ തെറ്റിദ്ധാരണയാണ്. MD എഴുതിയ പോലെ എഴുതണമെങ്കിൽ ആ ഒരു ബയോസ്ഫിയറിനകത്ത് എഴുതാൻ പറ്റത്തുള്ളൂ. ആ തറവാട് ജീവിതത്തിനകത്ത് അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. ആ തറവാട് ജീവിതത്തിൻ്റെ മോഡസ് ഓപ്പറാണ്ടി എടുത്തുകൊണ്ട് വന്ന് ആദിവാസി കുടിലെ ജീവിതം പറഞ്ഞാൽ അത് നോവലാന്ന് പോലും വായിക്കുന്നതിന് തോന്നിയല്ല. വായിക്കുന്നതിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മൾ പുതിയ മോഡസ് ഓപ്പറാണ്ടി കണ്ടുപിടിക്കും. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഒളിവിലിരുന്ന് നമ്മൾ കാണാത്തത്? പോട്ടെ, സ്ത്രീകൾ പോട്ടെ, ദളിതർ ഒളിവിലിരുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരാരും ഒന്നും ചെയ്തില്ലേ? എന്നെ ഇവിടെ നടക്കണം. അപ്പോൾ നമ്മൾ ചില സ്റ്റോറികളിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടെ ജെൻഡർ
ഇക്വാളിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ധാരാളം ഇവിടെയുണ്ട്, വളരെ പ്രോമൻ്റ് ആണ്. എനിക്ക് അവരോട് പറയാനുള്ള കാര്യം, സിൽവിയ പ്ലാത്ത് പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ ഈസ് എ പൊളിറ്റിക്കൽ തിങ്. പറയുന്നവനും കേൾക്കുന്നവളും പൊളിറ്റിക്കലാണെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ. അല്ലെ തലയാട്ടൽ മാത്രമേ ഉള്ളൂ, ഒന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യം പിണറായി വിജയന് മനസ്സിലാകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കെന്ത് മനസ്സിലാകുന്നു അന്നേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളതാണ് ഞാൻ പറയുന്നൊരു കാര്യം. പിണറായി വിജയനെ ഞാൻ ഒരു മോഡൽ എന്നല്ല, എനിക്ക് പിണറായിയുടെ പ്രത്യേകിച്ച് വിരോധമുള്ളതുകൊണ്ട് പറയുന്നതല്ല, ഒരു മോഡൽ, ഒരു മാൻ പവർ പൊളിറ്റിക്സ്, പവർ മണി പൊളിറ്റിക്സ് നിൽക്കുന്ന ഒരാൾക്കും സ്ത്രീകളുടെ അവകാശം പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലാകുന്ന പോലെ അവർ നടിക്കും, പക്ഷെ അവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സ്ത്രീ സമത്വത്തെ സംബന്ധിച്ച് ലിറ്ററേറ്റ് ആയിട്ടൊരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കണമെങ്കിൽ അതിന് ബർഡനായി നിൽക്കുന്നു, അതിന് തടസ്സമായി നിൽക്കുന്ന ഒട്ടനവധി മൂല്യങ്ങളെ നമുക്ക് പൊളിച്ച് അടുക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ നേരിടുന്നൊരു പ്രശ്നം. അതുകൊണ്ട് എല്ലാ കാലത്തും ചെയ്യുന്ന പോലെ നമ്മൾ സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കാതിരിക്കാനുള്ള എല്ലാ വിദ്യയും പുരുഷന്മാർക്കറിയാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. പുരുഷാധിപത്യത്തിൽ ഏറ്റവും വലിയ യുക്തി അവിടെയാണ് പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾ ഒരുമിച്ച് നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ള, അത് പല രൂപത്തിൽ അത് കൊണ്ടുവരും. അപ്പോൾ അതിനെക്കുറിച്ചൊരു നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. മൂന്നാമതൊരു കാര്യം, അംബേദ്കർ പറയുന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ഞാൻ ഐ ആം എ ദളിത്, എനിക്കെന്ത് പ്രശ്നം? ആദിവാസിയാണ്, എനിക്കെന്താ പ്രശ്നം? എൻ്റെ ആളാണ് ഇന്ത്യൻ പ്രസിഡന്റ്, പിന്നെ എനിക്കെന്നാ പ്രശ്നം എന്ന് ആൾക്കാർ ചോദിക്കുന്നു, ഓർക്കണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പട്ടികജാതിക്കാരനായിരുന്നു പ്രസിഡന്റ്, എനിക്കെന്നാ പ്രശ്നം? എനിക്കൊരു പ്രശ്നം. പുള്ളി രാത്രി 2 മണിക്ക് ഉറക്കമിളച്ചിരുന്ന് സാമ്പത്തിക സംവരണത്തിൻ്റെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കുക. ഈ പട്ടികക്കാരൻ അവിടെ ഇരുന്നുണ്ട്. എന്നിട്ട് നിനക്കെന്നാ പ്രശ്നം എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ എന്നാ പറയാനാണ്? അപ്പം ഇങ്ങനല്ല കാര്യങ്ങളെ മനസ്സിലാക്കണം. അപ്പോൾ ഒരു സ്ത്രീ അധികാരത്തിൽ വന്നാൽ പോരാ, അധികാരത്തിൽ വരുമ്പോൾ സമൂഹത്തിൽ ഒരു എത്തിക്കൽ ചേഞ്ച് ഉണ്ടാവണം, ധാർമ്മികമായൊരു പരിവർത്തനം. അപ്പോൾ മാത്രമേ അത് അധികാരമാകത്തുള്ളൂ. സ്ത്രീകൾ അധികാരത്തിൽ വരുന്നത് തീർച്ചയായും സമൂഹം ആഘോഷിക്കേണ്ട, സമൂഹം ഉൾക്കൊള്ളേണ്ട, സ്വയം പരിഷ്കരിക്കേണ്ട വലിയ മഹത്തായൊരു കാര്യമാണെന്ന് മലയാളിക്ക് എന്ന് തോന്നുന്നു. അന്ന് അധികാരത്തിൽ വന്നിട്ടേ കാര്യമുള്ളൂ. ഗൗരിയമ്മ മുഖ്യമന്ത്രി ആയാലും കേരളത്തിലൊന്നും സംഭവിക്കാൻ പോകില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു എത്തിക്കൽ ചേഞ്ചിന് വേണ്ടി മനുഷ്യൻ്റെ സ്ത്രീകളെ സംബന്ധിച്ച സങ്കല്പത്തെ പൊളിച്ച് എടുക്കുവാനും മാറ്റിയെടുക്കുവാനും ഒരു ന്യൂ സോഷ്യൽ ഏജൻസി എന്നുള്ളത്. യൂറോപ്പിലൊക്കെ എത്രയോ സ്ത്രീകളാണ് ഭരിക്കുന്നത്. അവർ ഭരിക്കുന്നത് മാത്രം നമ്മൾ കാണരുത്. ഒരു ദിവസം ട്രെയിനിൽ വന്നിറങ്ങുന്നൊരു ഫോട്ടോ കാണും. മുൻ പ്രധാനമന്ത്രി ഒരു ബാഗ് പിടിച്ച് ട്രെയിനിൽ വന്നിറങ്ങി നടന്നു പോവുക. ഇവിടെ നടക്കില്ലാത്ത അവർക്ക് അഹങ്കാരമുള്ളതുകൊണ്ടല്ല, നടന്നാൽ ജനം തല്ലിക്കൊല്ലും, അതുകൊണ്ടാണ് നടക്കാത്തത്. അവിടെ തല്ലിക്കൊല്ലിയല്ല, അതാ അതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ സ്ത്രീകൾ അവരുടെ ഏജൻസി വിട്ടുകളായത് എംപവർമെൻ്റ് അല്ല, റെപ്രസെൻറ്റേഷനാണ് പ്രധാനം. നമ്മൾ അഭിപ്രായങ്ങളുടെ റെപ്രസെൻറ്റേഷൻ, സ്ത്രീകളുടെ സാന്നിധ്യം, അത് വളരെ പ്രധാനമാണ്. പുരുഷ സ്ഥലങ്ങളിൽ സ്ത്രീകൾ നിർബന്ധമായിട്ട് കടന്നിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാണെന്നറിയാവോ? നിങ്ങൾക്കറിയാതൊരു ഭാഷ പുരുഷന്മാർക്കുള്ളത്, അത് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയാനൊരു ഭാഷയും, നിങ്ങളുള്ളപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയാൻ വേറൊരു ഭാഷയാണ് ഞങ്ങൾ ഉപയോഗിക്കുക. ജാതിയിലും ഇത് തന്നെയാണ്. ഞാനുള്ളപ്പം ദളിതരെക്കുറിച്ച് തേനും പാലും ഒഴുകുന്ന വർത്താനം പറയും, ഞാനില്ലാത്തപ്പം തിരിച്ചും പറയും. ഇത് കാസ്റ്റിനും ജെൻഡറിനും 2 ലാംഗ്വേജ്, ഇരട്ട നാവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടിയൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് എനിക്ക് വിനീതമായി പറയുകയാണുള്ളത്. സ്ത്രീകൾ കൂടുതൽ ജാഗരൂകരായിരിക്കണം. കൂടുതൽ കേരളത്തിലെ സ്ത്രീകൾ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കണമെന്ന് അഭിപ്രായമുള്ള ഒരാളാണ്. അതേ മാറുകയുള്ളൂ. ഈ പറഞ്ഞൊരു കാര്യമായിട്ട് കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അത് ജയലളിതയാണ്, മായാവതിയാണ്, മമതാ ബാനർജിയാണ്, ഉമാഭാരതിയാണ്. അപ്പോൾ അവർ സ്ത്രീകൾ ആയിരുന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ സമൂഹത്തിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന സംസ്ഥാനത്തിൽ എന്തെങ്കിലും ജെൻഡർ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്പം പ്രയാസമായിരിക്കും. കാരണം അവരൊക്കെ ഈ പറഞ്ഞ പോലെ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് മായാവതി എന്ന് നമുക്കറിയാം. ജയലളിത ഒരുപാട് നമ്മളെ പറഞ്ഞ പോലെ ഒരുപാട് അഴിമതികളുടെയും ഒക്കെ ഒരു പേരിലായിരുന്നു അവർ നമ്മൾ പിന്നീട് ഓർത്തിരുന്നത്. മമതാ ബാനർജി ഇപ്പോഴും ബംഗാളിൽ ഗുണ്ടാരാജിൻ്റെയും ഒക്കെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്.
അപ്പോൾ ഈ ജെൻഡർ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഒരു ജെൻഡർ ബോധത്തിലേക്ക് വന്നിട്ടില്ലാത്ത ഭരണാധികാരികളാണ്. അവർക്ക് മുഖ്യധാര രാഷ്ട്രീയം എന്താണോ, അതിൻ്റെ അധികാരം എന്താണോ, അതിൻ്റെ ഈ മാൻ പൊളിറ്റിക്സ്, നമ്മളിപ്പോൾ മെയിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ വേറൊരു തമാശ, ഈ 4 പേരും, ഞാൻ 4 പറഞ്ഞ നേരിട്ട് 4 പേരും അവിവാഹിതരായ ആൾക്കാരാണ്, അവർ മാരീഡ് അല്ല. അപ്പോൾ ഈ ഒരു വനിതാ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങളൊരു പുരുഷനെ പോലെ നിങ്ങൾ പ്രൂവ് ചെയ്യണം. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടിരിക്കാൻ പാടില്ല, നിങ്ങൾ ഭയങ്കര പവർഫുൾ ആയിരിക്കണം. ഇപ്പോൾ ജയലളിതയൊക്കെ നമുക്കറിയാമല്ലോ, തമിഴ്നാട്ടിൽ എന്തൊരു തരത്തിലുള്ള രാഷ്ട്രീയമാണ് റെപ്രസെൻ്റ് ചെയ്തത് എന്ന് നമുക്കറിയാം. അത് ഒരു പുരുഷനിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിരുന്നു ഞാൻ വിചാരിക്കുന്നുമില്ല. അതൊരു ഒരു മമതയുടെയോ അതല്ലെങ്കിൽ ഒരു സ്ത്രീകളോടുള്ള പ്രത്യേക താല്പര്യത്തിൻ്റെയോ ഒന്നും രാഷ്ട്രീയമായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജെൻഡർ ആയി, അതായത് ഒരു സെൻസിറ്റീവായ രാഷ്ട്രീയക്കാരിയായി ഒരു സ്ത്രീ വരുന്ന ആ സ്ത്രീകൾ പരിഗണിക്കപ്പെടാതിരിക്കുകയും ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, പുരുഷനെ പോലെ മാത്രം തലപ്പൊക്കമുള്ള എന്ന് നമ്മൾ പറയുന്ന സ്ത്രീകളെ പറ്റി നല്ല തലപ്പൊക്കം നമ്മൾ പറയാറില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ മാത്രം അങ്ങനെയുള്ള അതായത് സെൻസിറ്റീവായ സ്ത്രീകളൊക്കെ രാഷ്ട്രീയം യോജിച്ചല്ല എന്ന് പറഞ്ഞ് മാറ്റിയെടുത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ഈ സ്ത്രീ ഒരു മുഖ്യമന്ത്രി രീതിയിൽ ചിന്തിച്ച് തുടങ്ങണം? ഈ ദിശയിലാക്കിയാണ് നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ടത്. എന്നോടാണോ? അപ്പോൾ സ്ത്രീ മുഖ്യമന്ത്രി മാത്രം വന്നുകൊണ്ട് കാര്യമില്ലല്ലോ, അതൊരു ടോക്കനിസമായി പോയി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും പോലെ തന്നെ വെറുതെ ഒരു ടോക്കനിസമായി മാത്രം അത് മാറും. ഈ നേരത്തെ പറഞ്ഞ നയൻതാര അതിനെ തലപ്പൊക്കം എന്ന് പറയുന്നു, ഞാനതിനെ ടോക്സിക് മാസ്കുലിനിറ്റി എംബ്രേസ് ചെയ്യുന്ന സ്ത്രീ എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പം റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ ഇറങ്ങി, ഭയങ്കരമായിട്ട് ഹിറ്റ് ആകുകയാണ്. നമ്മളെല്ലാം വിചാരിക്കുകയാണ് അത് ഇക്വാലിറ്റി ആണെന്ന്. കാരണം ശരാശരി മലയാളി പോട്ടെ, ഇനി പ്രബുദ്ധ മലയാളിക്ക് പോലും ഇക്വാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. പുരുഷനെ പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ സവർണനെ പോലെ ഇരിക്കുന്ന ഒരു ദളിതൻ എന്നാണ്, അതാണ് ഇക്വാലിറ്റി എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ അപ്ലിഫ്റ്റ്മെൻ്റ് എന്നൊരു വാക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ആരൊക്കെയോ താഴെ കിടക്കുകയാണ്, വലിച്ച് കഷ്ടപ്പെട്ട് കയറ്റണം. ആ ഒരു കർത്തൃത്വ മനോഭാവത്തിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും ഇക്വാലിറ്റി എന്നുള്ളൊരു ഐഡിയയെ മനസ്സിലാക്കുന്നത്. ഏഞ്ചല ഡേവിസ് എന്നുള്ള ബ്ലാക്ക് ഫെമിനിസ്റ്റ് സ്കോളർ പറയുന്നുണ്ട്, ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഒരു വലിയ കുന്നിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ കയറി നിന്നിട്ട് കയറി വാ മക്കളെ എന്ന് പറയുന്നതാണ് ഇക്വാലിറ്റി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ കുന്ന് എന്ന് പറയുന്നത് ഒരു പ്രിവിലേജിൻ്റെ കുന്നാണ്. ആ പ്രിവിലേജ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഈ ദളിത് മനുഷ്യരുടെയും സ്ത്രീകളുടെയും ഈ ബഹുജൻ മനുഷ്യരുടെയും മൈനോറിറ്റീസിൻ്റെയും അധ്വാനം കൊണ്ടാണെന്നും ആ കുന്ന് വെട്ടി നികത്തേണ്ട നിങ്ങളാണെന്നുള്ള മിനിമം ബോധം മതി. അതുകൊണ്ട് ഈ സ്ത്രീകളല്ല ആക്ച്വലി ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർ ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ സെൽഫ് ഇമേജ് നല്ലത് എഡ്യൂക്കേറ്റഡ് എന്ന് വിചാരിക്കുന്നെങ്കിൽ ഇവിടെയുള്ള പുരുഷന്മാർക്കാണ്, പർട്ടിക്കുലർലി സവർണ എൻലൈറ്റൻഡ് പ്രോഗ്രസീവ് പുരുഷനെന്ന് നിങ്ങളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ പ്രോബ്ലം ഉണ്ടാക്കി ഇട്ടിട്ട് പറയുകയാണ് ഇനി സ്ത്രീകൾ ഫൈറ്റ് ചെയ്ത് വരട്ടെ. ഇവിടെ ആ കുന്നിൻ്റെ പുറത്തിരുന്നിട്ട് അവിടെയുള്ള എല്ലാ ഏണികളും ലാഡേഴ്സും എടുത്ത് മാറ്റിയിട്ട് പറയാം കയറി വാ. അതായത് സൊല്യൂഷൻ മുഴുവൻ സ്ത്രീകൾ ഉണ്ടാക്കുകയും ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഘടനാപരമായിട്ടുള്ള സിസ്റ്റമിക് ഇൻജസ്റ്റിസിനെ നേരിടാതിരിക്കുകയും ചെയ്യുന്നത്. ഞാൻ റൈഫിൾ ക്ലബിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്, അതിനകത്തൊരു ഡയലോഗ് ഭയങ്കരമായിട്ട് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണ്. വാണി വിശ്വനാഥ് വന്നിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട്. ഒരാളിങ്ങനെ ചോദിക്കുകയാണ്, ഹനുമാൻ കൈൻഡ് ആണെന്ന് തോന്നുന്നു, ചോദിക്കുകയാണ് ഈ വീട്ടിൽ ആണുങ്ങൾ ആരും ഇല്ലേ എന്ന് പറയുമ്പോൾ വാണി വിശ്വനാഥ് വന്നിട്ട് പറയാണ്, ആണാന്ന് തന്നെ കരുതിക്കോ. എന്തിനു കരുതണം? ഇത് മറ്റേ ഝാൻസി റാണിയെ ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, ജനറൽ റോസ് ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, എന്താണ് ഈ 1857 റിവോൾട്ടിൽ പൊരുതിയ ഒറ്റയാണെന്ന്. ഞാൻ വിചാരിക്കുന്ന ഝാൻസി റാണിയുടെ ജഡത്തിന് പോലും ഒരു അപമാനമാണെന്നാണ്. കാരണം പൊരുതിയ സ്ത്രീയാണ് നമ്മൾ. പക്ഷേ ഝാൻസി റാണിയുടെ കാര്യം പറയുമ്പോഴും അവിടെ തന്നെ ഫൈറ്റ് ചെയ്ത ഒരു ദളിത് സ്ത്രീയായിട്ടുള്ള ജൽക്കരി ദേവിയുടെ ഹിസ്റ്ററി പറയാതെ ഇരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ടെന്ന് അതിൻ്റെ കൂടെ ചേർത്ത് പറയണം. അപ്പോൾ പലപ്പോഴും നമ്മുടെ സമത്വം എന്നുള്ളൊരാശയം തന്നെ പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ട്. അതായത് ഒരു മെയിൻ സ്ട്രീം എന്നുള്ളൊരാശയം, ഒരു സവർണത എന്നുള്ളൊരു ആശയം, അല്ലെങ്കിൽ പുരുഷത്വം എന്നുള്ള ഒരു ചേർത്താണ് നമ്മൾ സമത്വം. അപ്പോൾ പുരുഷത്വം ഇല്ലാത്ത ഒരാളെ പുരുഷത്വത്തിലേക്ക് കയറ്റി വെക്കുക അങ്ങനെയല്ലല്ലോ നമ്മൾ ഇക്വാലിറ്റിയെ മനസ്സിലാകേണ്ടത്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറൻസിൻ്റെ സെലിബ്രേഷനുമാണ്. ആ ഡിഫറൻസിൻ്റെ സെലിബ്രേഷൻ ഉണ്ടായിരിക്കെ തന്നെ എല്ലാവരും ഈക്വലാണ് എന്ന് പറയുമ്പോഴാണ് ശരിക്കും സമത്വമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ സണ്ണി സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ 2 ഭാഷകളുടെ കാര്യമുണ്ടല്ലോ. ഇതിപ്പം പല സ്ഥലങ്ങളിലും എൻ്റെ ജോലിക്ക് ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ആകുമായിരിക്കും, എന്നാലും ഞാൻ പറയാൻ പോവുകയാണ്. പലപ്പോഴും ഈ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ വളരെ ലേറ്റായിട്ടാണ്, 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരുടെ ചർച്ച മിക്കവാറും വെക്കുക. അപ്പം ഞാൻ പറയും എൻ്റെ കമ്മിറ്റിയിലിട്ടോ, ഞാൻ നിൽക്കാം, കുഴപ്പമില്ല.
അപ്പം ഈ പല കമ്മിറ്റികളും ഞാൻ അങ്ങോട്ട് കയറി പറയുകയാണ്, എന്നെയും കൂടെ എനിക്ക് ഒരു സ്ഥാനം തരണം, ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയിരുന്ന് ചർച്ച ചെയ്യാറ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, അത് കഴിഞ്ഞ് എൻ്റെ അഭ്യുദയകാംക്ഷി എന്ന് പറയുന്ന ഒരു സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ്, അതെ മാളവിക ടീച്ചർ ഇങ്ങനെ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് നടക്കത്തില്ല. ഇവർ ബോണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്ന ഇവർക്ക് വഷളൻ തമാശകൾ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഭയങ്കര കൃത്യമായിട്ട് അറിയാം. ആ വഷളൻ തമാശ പറയണ്ടെന്നേ, പറയണ്ട, ഞാൻ അവിടെ ഉണ്ട്, ആ ബോധം ഇവർക്കുണ്ടല്ലോ. അതായത് ഒരു സ്ത്രീ ഇരിക്കുമ്പം പറയേണ്ട കാര്യമല്ല ഇത്. അവരൊരു ഫോൾസ് പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള സ്യൂഡോ ഐഡിയ ആണ്, എന്നാലും അതുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, മറ്റൊരു വ്യവഹാരികത വരും. ഒരു സ്ത്രീ അവിടെ ഉള്ളപ്പോൾ, ഒരു ദളിത് പേഴ്സൺ അവിടെ ഉള്ളപ്പോൾ, ഒരു ബഹുജൻ പേഴ്സൺ ഉള്ളപ്പോൾ, ഇതുപോലെയാണ് തന്നെയാണ് ഭരണത്തിലും ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് റൂളിംഗ് അല്ല, ഗവേണൻസ് വരും. ഈ ഗവേണൻസ് വരുമ്പോൾ ചേഞ്ചസ് ഉണ്ടാകും. അത് നേരത്തെ ഇവിടെ എൻ എസ് മാധവൻ സാറ് സൂചിപ്പിച്ചതുപോലെ വിമൻ ലീഡേഴ്സ് ഉണ്ടാകുമ്പോൾ, വിമൻ റൂളേഴ്സ് ഉണ്ടാകുമ്പോൾ വേസ് ഓഫ് ഗവേണിങ്ങിൽ തന്നെ വ്യത്യാസം വരും. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ഭരണത്തിൽ ഡൈവേഴ്സിറ്റി വേണം. അതിനാണ് റിസർവേഷൻ, അതിനാണ് കോട്ട വെക്കുന്നത്. അല്ലാതെ ചില മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയോ പോവർട്ടി അലിവേഷനോ ആയിട്ടോ അല്ല. ഈ ഡൈവേഴ്സിറ്റി ഉണ്ട്. പല കണ്ണുകളിലൂടെ നോക്കുമ്പോഴേ, ഇപ്പം ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല സാറ് സോൾവ് ചെയ്യുന്നത്, സാറ് സോൾവ് ചെയ്ത പോലെ ആയിരിക്കുന്നില്ല ഇവിടെ ഇരിക്കുന്ന ആൾ. പല കണ്ണുകൾ, ഫ്രഷ് പെർസ്പെക്റ്റീവ്സ് വന്നാലേ പുതിയ ഇന്ത്യയുടെ പല പ്രോബ്ലംസിന് നമുക്ക് സൊല്യൂഷൻ കണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ്, ഒരേ സവർണ വയസ്സായ ആണുങ്ങൾ ഒരുമിച്ചിരുന്ന് അവർക്ക് വർഷങ്ങളായിട്ടുള്ള സെയിം ഉപാധികൾ വീണ്ടും 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 പരീക്ഷിച്ച് തോക്കുന്ന ഒരു ജനതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രഷ് പെർസ്പെക്റ്റീവ് വരണമെങ്കിൽ ദളിത് മനുഷ്യർ വരണം, സ്ത്രീകൾ വരണം, ദളിത് സ്ത്രീകൾ വരണം, ബഹുജന സ്ത്രീകൾ വരണം, മൈനോറിറ്റീസ് വരണം, എന്നാലേ പുതിയ സൊല്യൂഷൻസ് ഉണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ എല്ലാ കൺട്രീസിലും എന്തിനാണ് ഈ നമ്മളെ എടുക്കുന്നത്? നമ്മുടെ പിള്ളേരെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്, നമ്മളിങ്ങനെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ മനുഷ്യരെയൊക്കെ, ഈ പല മനുഷ്യരെ, ബ്രൗൺ കളറിലെ മനുഷ്യരെയും യെല്ലോ കളറിലെ മനുഷ്യരെയൊക്കെ എന്തിനായി ഡെവലപ്ഡ് കൺട്രീസ് എടുക്കുന്നത്? അവർക്ക് എന്താ വട്ടായിട്ടാണോ? അവരുടെ വൈറ്റ് പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ പോരെ? അവർക്കറിയാം ഈ സ്കില്ല് ആവശ്യമാണെന്ന്, അവർക്കറിയാം ഈ പെർസ്പെക്റ്റീവ് ആവശ്യമാണെന്ന്. അവരുടെ കൺട്രി അങ്ങനെ തന്നെ ആ ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ആവശ്യമാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഭരണത്തിലേക്ക് പല ഗ്രൂപ്പ് ഓഫ് മനുഷ്യരെ കൊണ്ടുവന്നാൽ മാത്രമേ ഒരു ഭരണത്തിന് തന്നെ ഒരു മാറ്റവും നേഷന് തന്നെ ഒരു മാറ്റവും വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രി, ഒരു സ്ത്രീ മുഖ്യമന്ത്രി, ഒരു ദളിത് മുഖ്യമന്ത്രിയോ വന്നിട്ട് കാര്യമില്ല. 50% സ്ത്രീകളുള്ള 1084 സ്ത്രീകളുണ്ട് ഇവിടെ, ഓരോ 1000 പുരുഷന്മാർക്കും. അങ്ങനെയാണെങ്കിൽ ജനസംഖ്യ അനുപാതികമായിട്ട് 55% സ്ത്രീകൾ ക്യാബിനറ്റിലും 55% സ്ത്രീകൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി വന്നാലേ ഒരു ചേഞ്ച് വരുള്ളൂ. അത് വരണം, അത് പൊളിറ്റിക്കൽ വില്ലുണ്ടെങ്കിൽ വരിക തന്നെ ചെയ്യും. ഞാനും സാറിൻ്റെ ഒപ്റ്റിമിസം ഷെയർ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഇവൻ ദോ ഹിസ്റ്റോറിയൻ ആയിട്ട് ഇരിക്കുമ്പോൾ എന്നെ പല കാര്യങ്ങളും പുറകോട്ട് വലിക്കുന്നെങ്കിലും ഈ ഒപ്റ്റിമിസം ഷെയർ ചെയ്യാനാണ് എനിക്കും താല്പര്യം. നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഇന്ന് ഒരു 50 വർഷം മുമ്പ് കേരളം അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളല്ല നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അത് വളരെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങളാണ്. ആ വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റമൂലി എന്നൊരു സംഗതി ഇല്ല. അതിൻ്റെ പരിഹാരങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് പല കാഴ്ചപ്പാടുകളിലൂടെ വരേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് സ്ത്രീകളുണ്ട്, ദളിതരുണ്ട്, ബഹുജന സമൂഹമുണ്ട്, ക്യൂർ മനുഷ്യരുണ്ട്, ന്യൂറോ മൈനോറിറ്റി ഉണ്ട്. അപ്പം എത്രത്തോളം വൈവിധ്യങ്ങൾ സമൂഹത്തിലുണ്ടോ അത്രത്തോളം വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ട് മാത്രമേ നമുക്ക് ഭരണം, അതായത് നമ്മുടെ ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നാണ് നമുക്ക് ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. ആ മുഖ്യമന്ത്രി ഈ പറഞ്ഞ പോലെ തന്നെ സവർണതയോട് അല്ലെങ്കിൽ ഒരു പരമ്പരാഗത അധികാരത്തിന് പ്രതിനിധിയാണെങ്കിൽ അതുകൊണ്ട് സമൂഹത്തിന് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ വരേണ്ട മാറ്റങ്ങളാണ് ശരിക്കും സമൂഹത്തിലൊരു വലിയ മാറ്റമായി പ്രതിഫലിക്കേണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇന്ന് നമുക്ക് ഓഡിയൻസുമായുള്ള ചർച്ചയ്ക്ക് കുറച്ച് സമയമുണ്ട്. വളരെ ചുരുക്കി നമ്മുടെ പാനലിസ്റ്റിലോട് സംസാരിക്കാവുന്നതാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസ് തോറ്റത് അവിടെയുള്ള സ്ത്രീകളും ഇന്ത്യക്കാരും എതിരായി വോട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾക്കെതിരായിട്ട് പലപ്പോഴും ഈ സ്ത്രീകൾ തന്നെയല്ലേ നിൽക്കുന്നത് എന്നൊരു സന്ദേശം ആ തെരഞ്ഞെടുപ്പ് തരുന്നുണ്ട്.
സ്ത്രീകൾക്കെതിരായിട്ട് സ്ത്രീകളല്ല നിൽക്കുന്നത്. സ്ത്രീകൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സിസ്റ്റം, പേട്രിയാർക്കൽ സിസ്റ്റത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. പേട്രിയാർക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പറയാൻ, സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന സ്ത്രീകളാണെന്ന്. എന്നാൽ നമ്മുടെ വിമൻ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ, അതായത് 300 വർഷത്തെ ചരിത്രമുണ്ട് സഫ്രജറ്റ് മൂവ്മെൻറ്റിനൊക്കെ. അതിനു മുമ്പ് നമ്മളിപ്പോൾ ഒളിമ്പത് ഘോഷിൻ്റെ ഒക്കെ എടുത്ത് നോക്കിയാൽ 350 വർഷത്തിൻ്റെ ചരിത്രമുണ്ട്. അവിടെ തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തത് സ്ത്രീകളാണെന്നും പലപ്പോഴും സ്ത്രീകൾ മാത്രമാണെന്നും നമുക്ക് അടിവരയിട്ട് പറയാൻ പറ്റും. കാരണം സിസ്റ്റർഹുഡിൻ്റെ വലിയ ലെഗസിയുള്ള മൂവ്മെൻറ്റുകളാണിത്. നമ്മൾ പലപ്പോഴും സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾ വോട്ട് ചെയ്യുന്നു. പക്ഷേ ഈ സ്ത്രീകളെന്ന് പറയുന്ന ഒരു മൊണോലിത്തിക് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് അല്ലല്ലോ. അപ്പോൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, വൈറ്റ് സ്ത്രീകളുണ്ട്, മൈഗ്രൻ്റ് സ്ത്രീകളുണ്ട്, മെക്സിക്കൻ അമേരിക്കൻ സ്ത്രീകളുണ്ട്. ഇതിൽ ഓരോ ഫാക്ഷനും അതിൻ്റേതായ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ സ്ത്രീക്കെതിരെ സ്ത്രീ എന്നുള്ള ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ന്യൂസുകൾ പലപ്പോഴും വരും, സർവേകൾ പലപ്പോഴും വരും. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടത് സ്ത്രീകളാണ് എന്ന് ഒരുപാട് നാൾ പറഞ്ഞു നടന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പറയുന്നു, അല്ല പൂരം കലക്കിയത് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന്. ഇതെങ്ങനെയാണ് ഈ നിരന്തരമായിട്ടുള്ള മീഡിയ സൈക്കിൾസിൽ ആൻറ്റി വിമൺ ആയിട്ടുള്ള ഹെഡ്ലൈൻസും അതേപോലെ തന്നെയുള്ള ഈ സ്റ്റീരിയോ ടൈപ്പുകളുടെ റീഇൻവെൻഷനും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഫിനോമിനയാണ്. അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീ എപ്പോഴും സോഷ്യലൈസ്ഡ് ആകുന്നത് എങ്ങനെയാണ്? ഒരു പുരുഷനെ അംഗീകരിക്കാൻ വേണ്ടിയാണ്, പുരുഷൻ്റെ അധികാരത്തിനെ അംഗീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ സ്ത്രീകളെയും എപ്പോഴും സോഷ്യലൈസ്ഡ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് സാർ ഇരിക്കുന്ന പോലെ കാലുമേ കാലിട്ടിരിക്കാൻ. ഞാൻ ഇതിൻ്റെ വീഡിയോയോ ഒരു ഫോട്ടോയോ വെളിയിൽ വന്നാൽ എൻ്റെ അമ്മ പറയും, സാർ ഇരുന്നപ്പോൾ നീ കാലുമേ കാലിട്ടിരുന്നത് വളരെ മോശമായി പോയിന്ന്. കാരണം സ്ഥിരമായിട്ട് എൻ്റെ ബോഡിലി മൂവ്മെൻറ്റ്സിൽ പോലും സ്ഥിരമായിട്ട് ഇന്നും വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു പേട്രിയാർക്കൽ സിസ്റ്റത്തിൽ വളർന്നു വരുന്ന സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് എപ്പോഴും പുരുഷാധിപത്യത്തിനോട് അനുരൂപമായിട്ട് ജീവിക്കാനാണ് കണ്ടീഷൻ. അപ്പോൾ സ്ത്രീയും അംഗീകരിക്കുന്ന ലീഡർഷിപ്പ് പുരുഷൻ്റെയാണ്, പുരുഷനും അംഗീകരിക്കുന്ന ലീഡർഷിപ്പ് പുരുഷൻ്റെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇത്രയും സ്ത്രീകളെങ്കിലും, ലോകത്തിപ്പോൾ 17% വിമൻ ലീഡർഷിപ്പ് ഉണ്ടെന്നാണ്. ഈ 17% വിമൻ ലീഡർഷിപ്പ് ഉണ്ടായതൊരു അത്ഭുതമാണ്. ഇത്രയും പേട്രിയാർക്കൽ റേഷ്യൽ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൽ, സവർണ ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കി നിലനിൽക്കുന്ന സിസ്റ്റത്തിൽ ഇത്രയും സ്ത്രീകളെങ്കിലും മുന്നോട്ട് വന്നത് വളരെ വലിയ അത്ഭുതമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതെന്ന്. അതിനോടൊപ്പം ഇതുപോലെ ഉള്ള നമ്മൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പം അല്ലെങ്കിൽ ഒരു സർവേ റിസൾട്ട് കാണുമ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറച്ചും കൂടെ നമ്മൾ അൺപാക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാകും ഇങ്ങനെയല്ല, ഇതിന് വേറെ പല വോട്ടിംഗ് പാറ്റേൺസ് ഇതിൻ്റെ പുറകിലുണ്ട്. ഇപ്പം മൈഗ്രൻ്റ് പോപ്പുലേഷൻ എന്തുകൊണ്ടാണ് കമല ഹാരിസിന് വോട്ട് ചെയ്യാത്തത് നമ്മൾ ചോദിക്കാത്തത് എന്താ? മൈഗ്രൻ്റ് പോപ്പുലേഷന് വേറെ മൈഗ്രൻസ് വരുന്നത് ഇഷ്ടമല്ല, അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഈ മൈഗ്രൻ്റ് പോപ്പുലേഷൻ്റെ ഒരു ഭാഗമാണ് സ്ത്രീകൾ. പക്ഷെ ലോജിക്ക് വരുന്നത് എങ്ങനെയാണ്? സ്ത്രീക്ക് വോട്ട് ചെയ്തില്ല എന്ന്. ഹിലറി ക്ലിൻ്റൻ്റെ സമയത്തും ഇതേ ലോജിക്ക് യൂസ് ചെയ്തായിരുന്നു. എന്നാൽ തിരിച്ചു ചോദിച്ചൂടെ, പുരുഷന്മാർക്ക് വോട്ട് ചെയ്യാത്തത്? ഇങ്ങനൊരു ലോജിക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും പുരുഷൻ തോറ്റു പോയപ്പോൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ഈ ചോദ്യം? ഇല്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ പാരാമീറ്റേഴ്സിന് വലിയ പ്രശ്നമുണ്ടെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇനി ചോദ്യമുണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടി നമുക്ക് സമയപരിമിതി മൂലം അനുവദിക്കാം. മാധവ് സാറിനോടാണ്. ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പുരുഷന്മാർ എന്തിനു വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യണം അവരുടെ? അപ്പോൾ നിങ്ങൾ രണ്ടുപേര് സ്ത്രീകളും 2 പുരുഷന്മാരാണ് ഈ സെഷനിൽ വെച്ചിട്ടുള്ളത്. അപ്പം ഇതിലിപ്പോൾ ഈ പ്രിവിലേജ് അനുഭവിക്കുന്നതാണ് ഇപ്പോൾ സണ്ണി സാറായാലും മാധവൻ സാറായാലും, ഇപ്പോൾ ഈ പുരുഷ പ്രിവിലേജ്. അപ്പം സണ്ണി സാർ പറഞ്ഞ മാതിരി ഇങ്ങനൊരു എന്തിനാണ് ഈ മാറ്റം പുരുഷന്മാർ ആഗ്രഹിക്കേണ്ടത്? ഇത് തികച്ചും യാദൃശ്ചികമാണ്. ഒരു സ്ത്രീ മേധാവിത്വ പാനലായിരുന്നു. ശ്രീമതി ജയലക്ഷ്മി വന്നില്ല. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഈ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിശബ്ദമായ മാറ്റം, അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. സ്ത്രീകളെ വോട്ട് ബാങ്കായി കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഇത് തുടങ്ങി വച്ചത് MGR ആണ്. MGRന്
100% സ്ത്രീകൾ വോട്ട് ചെയ്തിരുന്നു എന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് CSDS സ്റ്റഡീസ് എല്ലാം പിന്നീട് പറയുന്നത്. അതിനുശേഷം 3 മുഖ്യമന്ത്രിമാരുണ്ടായി. അവരുടെയും പ്രധാനപ്പെട്ട വോട്ട് ബേസിസ് സ്ത്രീകളായിരുന്നു. അതിനുശേഷം പുരുഷന്മാരതിനെ കൈകടത്തി. അതാണ് ഇന്നിപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലും, ഇപ്പം മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിലും എല്ലാ തെരഞ്ഞെടുപ്പിലും ഫാമിലിയിലെ എൽഡസ്റ്റ് വുമന് 2000 രൂപ ഇത്തരത്തിലുള്ള സ്കീമുകൾ വന്നു തുടങ്ങി. ഒരുപക്ഷെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല, പക്ഷെ അത് ഈ ഇഷ്യൂസിനെ കൂടുതൽ, ഇത് വോട്ട് ബാങ്ക് മാത്രമല്ല, കാശ് കൊടുക്കൽ മാത്രമല്ല, ഇതിന് ആശയപരമായിട്ടുള്ള ഇതുണ്ട്. ട്രിപ്പിൾ ടലാക്ക് നിർത്തി. അതിൽ BJPയുടെ ആശയമുണ്ട്. ഇത് പ്രകടമായിട്ട് പറയാവുന്നത് ഇത് ഒരു പ്രോ വുമൻ മൂവ്മെൻ്റാണ്, അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ്. ഇതിൻ്റെ എല്ലാം പുറകിൽ ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇരുതല വാളുകളും സ്ത്രീകളെ നേരിട്ട് ഡയറക്റ്റായിട്ട് അപ്പീസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാനുള്ള, അപ്പീസ് തെറ്റായ വാക്കാണ്, അഡ്രസ്സ് ചെയ്യുന്ന സ്കീമുകളും ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു പൊതു ഘടകമായി മാറി. അത് ഭാവിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.